ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ കുറേ ദിവസത്തെ പഞ്ചാബിൻ്റെ ജേണിയാണ് ഒരു വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഇപ്പോൾ നമ്മൾ പൊറോട്ടയും ചൊല ഭട്ടൂരൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് അമൃത്സർ നമ്മൾ തിരിച്ചു. പോകുന്ന വഴിക്കാണ് ഹവേലി. പഞ്ചാബിൻ്റെ ഏറ്റവും ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഈ ഹവേലി. ആക്ച്വലി പാലസിന് വേണം പറയാൻ. അത്രയ്ക്ക് അടിപൊളിയാണ്. പഞ്ചാബിൻ്റെ കൾച്ചേഴ്സും അവരുടെ പഴയ ട്രഡീഷൻസും എല്ലാം കാണിച്ചിട്ടുള്ളൊരു വലിയൊരു പാലസ് പോലത്തെ ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം, എസ്പെഷ്യലി ഈ ഹവേലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ മെയിൻലി ലഞ്ച് കഴിക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബിൻ്റെ ട്രഡീഷൻസ് മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന എല്ലാ അട്രാക്ഷൻസും ഈ ഒരു സ്ഥലത്തുണ്ട്. ഞാൻ ലഞ്ച് കഴിച്ചപ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്, പഞ്ചാബിലെ മിക്ക റെസ്റ്റോറൻറ്റ്സും, ആക്ച്വലി എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇവർ തരുന്ന പ്ലേറ്റ്സ്, യുട്ടൻസിൽസ് എല്ലാം ഭയങ്കര ഹ്യൂജ് ആയിരിക്കും, ഭയങ്കര വലുതായിരിക്കും. അതിപ്പം കപ്പാണേലും പ്ലേറ്റ് ആണേലും സ്പൂണാണേലും എല്ലാം വലുതായിരിക്കും. ആക്ച്വലി ഇവരുടെ എല്ലാ ട്രഡീഷൻസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ. അതിപ്പം എന്ത് കാറ്റഗറി എടുത്താലും അത് ഇവിടെ ഡിസ്പ്ലേഡ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ കുരങ്ങൻ ഒറിജിനലാണെന്ന് തന്നെയാണ് വിചാരിച്ചത്. അത്രയ്ക്കും രസമുണ്ട് കാണാൻ എല്ലാം. ആ ഫുൾ ആംബിയൻസ് വിത്ത് സോങ്സ്, റിയലി അത് ലൈക്ക് അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ പതിയെ അട്രാക്ഷൻസ് ഒക്കെ കണ്ട് നല്ല സുഖത്തിൽ നടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പാൻ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പാൻ കഴിക്കാനോ? കാരണം നാട്ടിലൊക്കെ ഇങ്ങനെ മുറുക്കാൻ ഇങ്ങനെ ചവച്ച് തുപ്പെന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കത് തീരെ ഇഷ്ടമല്ല, അതിൻ്റെ മണമോ ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് അങ്ങനത്തെ ടൈപ്പ് അല്ല, ഇത് കഴിക്കാൻ പറ്റുന്ന പാനാണ്, സോ ലെറ്റ്സ് ഗോ ട്രൈ ഇറ്റ്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാൻ ട്രൈ ചെയ്തു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഡെസേർട്ട് പോലെയാണ് തോന്നിയത്. ഞാനത് ചവച്ചപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് യുനോ ലൈക്ക് ആഫ്റ്റർ ടേസ്റ്റ്, അത് നമ്മൾ ചവച്ചിറക്കുമ്പോൾ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ടാവും, അതെനിക്ക് പിന്നെയും ഓക്കെയായിട്ട് തോന്നി. പക്ഷെ വീണ്ടും ട്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യില്ല. സോ അതിന് ശേഷം എൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് നമ്മൾ ചണ്ഡീഗറിൽ പുറപ്പെട്ടു, ചണ്ഡീഗറിൻ്റെ അട്രാക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓൺ ദ വേ നമ്മൾ KFC മാക്ഡൊണാൾഡ്സ് ഒക്കെ കണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വേണ്ടത്, KFC ഒക്കെ ഇങ്ങനെ പഞ്ചാബിൽ എഴുതി വെച്ചേക്കണതൊക്കെ കണ്ടപ്പം. നല്ല രസമായിരുന്നു, റോഡ്സും എല്ലാം അടിപൊളിയായിരുന്നു. ചണ്ഡീഗറിലും ഒരു ഹവേലി ഉണ്ട്, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ മുന്നേ കണ്ട ഹവേലീൻ്റെ അത്രയും എന്താ പറയുക, ഒരു ആംബിയൻസ്, ഗുഡ് ഫീലിംഗ് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ചായയും കടിയും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ആക്ച്വലി അമൃത്സറിലായിരുന്നപ്പം ഭയങ്കര ചൂടായിരുന്നു, നമുക്ക് പുറത്തങ്ങനെ അത്രയും ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ചണ്ഡീഗറിൽ എത്തിയപ്പോൾ നല്ല പ്ലസൻറ്റ് വെതറായിരുന്നു. ചൂടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അവിടെ 2-3 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. സോ ആ ഒരു ക്ലൈമറ്റായിരുന്നു, ഒരു റെയിനി വെതറായിരുന്നു അവിടെ. നമ്മൾ ഫസ്റ്റ് റോസ് ഗാർഡനിൽ വന്നു. ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല, ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും കയറാം. ഒരു പാർക്ക് ടൈപ്പാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു നല്ല ഫ്ലവേഴ്സൊക്കെ കുറേ ഉണ്ടാവും, അങ്ങനെ ഒരു വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് റോസസ്, എനിക്കറിയില്ല ക്ലൈമറ്റ് കാരണമാണോ എന്ന്. പക്ഷേ രസമുണ്ടായിരുന്നു കാണാൻ, ജസ്റ്റ് നടക്കാൻ, റെസ്റ്റ് ചെയ്യാൻ. അവിടുത്തെ റെസിഡൻസിന് തന്നെ വന്നൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു പാർക്ക് സ്ഥലം പോലെ എനിക്ക് തോന്നിയത്. ചണ്ഡീഗറിൽ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ വേണമായിരുന്നു. കാരണം ഈ ഏരിയയിൽ തന്നെയാണ് കുറേ അട്രാക്ഷൻസ്. സോ നമുക്ക് വേറെ സ്ഥലത്തൊന്നും പോകണ്ടായിരുന്നു, ഈ ഏരിയയിൽ തന്നെ ഒരു ഹോട്ടൽ വേണമായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതാണ് മാംഗോ ഗ്രൂവ് ഹോട്ടൽ. എനിക്കങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല കമ്പയർഡ് ടു അമൃത്സറിൻ്റെ ഹോട്ടലായിട്ട്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, മേ ബി ഇൻസൈഡ് ടൗൺ ആയതുകൊണ്ട് ആയിരിക്കാം. ചണ്ഡീഗറിൽ നമ്മൾ ഒരു ദിവസം മാത്രമേ നിൽക്കുന്നുള്ളൂ. സോ പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പോയതാണ് സുക്ന ലേക്ക്. പറഞ്ഞ പോലെ വലിയ അട്രാക്ഷനൊന്നും അല്ല, എന്നാലും കുറേ ബോട്ടിങ് അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. ബോട്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസ് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഞാൻ ആ വെള്ളത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ബോട്ടിൽ
ബോട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ട്രാഫിക് വരുന്ന രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര 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 തിരക്കായിരുന്നു. ഇവിടെയും പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഗാർഡൻ, പാർക്ക്, ലേക്ക് ഇതുപോലത്തെ മുൻതരം അട്രാക്ഷൻസ് ഒരുമിച്ച് വന്നേക്കുന്നു. സോ അവിടുത്തെ റെസിഡൻസിന് ചില്ല് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ ഒരു സ്ഥലം പോലെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം നല്ല ഫീലിംഗ് ആണ്. ലൈക്ക് നടക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെ. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചണ്ഡീഗറിലെ 2 ഫേമസ് മോൾസ് ഉണ്ട്, അവിടെ നമ്മൾ കറങ്ങാൻ പോയി. പിന്നെ നമ്മൾ ആകെ ടയേർഡായി, ഓൾറെഡി ഈവനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല രസമായിരുന്നു കാണാൻ. ലൈക്ക് ലുക്ക് വൈസ് അടിപൊളിയായിരുന്നു. സീറ്റിങ്ങും പാത്രങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. പ്രൈസ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ലൈക്ക് ഫുഡിൻ്റെ കോസ്റ്റ് വാസ് എക്സ്പെൻസീവ്. പക്ഷെ എന്നാലും ഫുഡ് ടേസ്റ്റ്, പഞ്ചാബിൽ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, മോശം ഒന്നും പറയാനില്ല. പഞ്ചാബിൻ്റെ ഫുഡ് വാസ് ബെസ്റ്റ്. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെക്ക് ഔട്ട് ചെയ്തു. ആക്ച്വലി വേറെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി, ചണ്ഡീഗറിൽ വേറെ സ്ഥലം കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകാനായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച സ്ഥലമാണ് ബേർഡ് പാർക്ക്. ഇവിടെ ശരിക്കും ലൈക്ക് നല്ല രസമായിരുന്നു. കാരണം ചണ്ഡീഗറിൽ ഈ പറഞ്ഞ പോലെ റെയിനി വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇവിടെ കുറേ തരം ബേർഡ്സ് ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ ക്യാമറയിൽ എനിക്കത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻസൈഡ്, ലൈക്ക് ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ അകത്തും മരത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും വേറെ കുറേ വെറൈറ്റി ടൈപ്പ് ബേർഡ്സും നല്ല നല്ല രസമായിരുന്നു. അകത്ത് അത്രയും ക്രൗഡഡ് അല്ലായിരുന്നു. ക്രൗഡ് അല്ലെങ്കിൽ തന്നെ നല്ലപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം കുറേ നടന്നപ്പം പിന്നെ നമ്മൾ കാണുന്ന ഒരു ബോർഡാണ് ചണ്ഡീഗഡ് ബേർഡ് പാർക്ക് എന്ന്. അപ്പം പിന്നെ ആലോചിച്ച് ദൈവം ഇപ്പം തുടങ്ങുന്നേ ഉള്ളൂ. കാരണം ഒരുപാട് നമ്മൾ നടന്നു ഓൾറെഡി. സോ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ബേർഡ് പാർക്ക്. അതിന് മുന്നേ തന്നെ കുറേ അട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്ന് നമുക്കങ്ങനെ തോന്നത്തില്ല നമ്മൾ ഒരുപാട് നടന്നു. അങ്ങനെ നമ്മളെല്ലാം കണ്ടു പോകും. അങ്ങനെ കുറേ അകത്തും കുറേ തരം ബേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ മഴ ചാറാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമാവാൻ തുടങ്ങി. കാരണം എനിക്കിഷ്ടമാണ് മഴ പെയ്തിട്ട് മഴയത്തോടെ ഇങ്ങനെ നടക്കാനൊക്കെ. ഇവിടെ ഇപ്പോൾ ബേർഡ്സ് ഒന്നും ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ വെറുതെ നടക്കാനാണെങ്കിലും നല്ല രസമാണ്. കാരണം ഇവിടുത്തെ പാത്ത് വേസ് അവരുണ്ടാക്കി വെച്ചേക്കുന്ന രീതി, അകത്ത് നമ്മൾ ശരിക്കും നമ്മൾ ഏതോ ഒരു ഫോറസ്റ്റിൽ നടക്കുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് വരും. അത്രയ്ക്കും ഗ്രീനറിയും ആ ഒരു ശബ്ദം, കിളികളുടെ ശബ്ദമാണെങ്കിലും നന്നായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് തോന്നും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്കങ്ങനെ അധികം നിന്ന് കാണാൻ പറ്റിയില്ല. നമ്മൾ വേഗം നടക്കേണ്ടി വന്നു. മഴ പെയ്യാൻ ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചോണ്ടാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നമുക്ക് അവിടെ നിൽക്കാൻ തന്നെ പറ്റിയില്ല. നമ്മളൊരു ഷെഡിനകത്ത് തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ടു 1 അവർ നമ്മൾ നിൽക്കുക തന്നെയായിരുന്നു. കാരണം അത്രയ്ക്ക് ഹെവി റെയിൻഫോൾ ആയിരുന്നു. പിന്നെ കുറച്ചൊന്ന് ഓക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ജേർണി ഫുൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം കണ്ടിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി. സോ നെക്സ്റ്റ് പ്ലേസ് വാസ് റോക്ക് ഗാർഡൻ. അവിടുത്തെ വേറൊരു ഫേമസ് അട്രാക്ഷനാണ്. ഇന്ന് തന്നെ ചണ്ഡീഗഡ് മൊത്തം എനിക്ക് തീർക്കണമായിരുന്നു. ലൈക്ക് അട്രാക്ഷൻസും എല്ലാം കാര്യങ്ങളും തീർക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മഴ ആയിട്ടും കൂടി നമ്മൾ അവിടെ പോയി. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ മഴയത്ത് തന്നെ എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ സംഭവമായിട്ട് എനിക്ക് റോക്ക് ഗാർഡനായിട്ട് തോന്നിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ റോക്സിൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഓരോ സ്ട്രക്ചേഴ്സാണ് അവിടെ ഉള്ളത്. പിന്നെ പാത്ത് വേസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഗുഹയുടെ അണ്ടറിൽ പോകുന്ന ഒരു ഫീലിംഗ്, ലൈക്ക് മലയുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ നടക്കത്തില്ലേ. സോ മഴ നന്നായിട്ട് പെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഫ്ലോ നന്നായിട്ടുണ്ടായിരുന്നു. ഈ വാട്ടർഫോൾ പോലെ തന്നെ ഈ റോക്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഫുൾ ഇങ്ങനെ വാട്ടർഫോൾ വരുന്നുണ്ടായിരുന്നു. കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. പക്ഷെ എന്നാലും ശരിക്കും ഇവിടെ വേണം. എനിക്ക് ചണ്ഡീഗറിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഞാൻ എവിടെ എൻജോയ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ റോക്ക് ഗാർഡനെ പറയത്തുള്ളൂ. ബിക്കോസ് ഓഫ് ദ റെയിൻ, ഒൺലി ബിക്കോസ് ഓഫ് ദ റെയിൻ. കാരണം ഈ വാട്ടർഫോൾസ് താഴെ കൂടെ വന്നിട്ട് അതിലൂടെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഒരുപാട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കുറേ സ്ഥലത്ത്. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കേണ്ടി വന്നു. കട്ടും ക്രോസൊക്കെ ചെയ്തിട്ട് നമ്മൾ എക്സിറ്റിലൂടെ ഇറങ്ങി. പക്ഷെ എന്നാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെ ചണ്ഡീഗഡിൻ്റെ എല്ലാ മെയിൻ അട്രാക്ഷൻസും ഞാൻ കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.